ഇങ്ങനെ പൊക്കി പിടിക്കാൻ പറ്റും. ഇതെന്താ ഇങ്ങനെ? ഹലോ ഗൈസ്, ഇന്നത്തെ ദിവസം കുറച്ചധികം സ്പെഷ്യലാണ്. ഇന്ന് നമ്മുടെ ആയാന കൊച്ചിന്റെ പിറന്നാൾ ദിവസമാണ്. അതുകൊണ്ട് തന്നെ ജോലി കഴിഞ്ഞ് വന്ന് നേരെ പോയി ഒരു കേക്കൊക്കെ വാങ്ങി ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. കേക്ക് വാങ്ങാനായിട്ട് ആറ്റിങ്ങിലുള്ള കേക്ക് വേൾഡിലാണ് വന്നത്. ശരിക്കും ഇത് കേക്കുകളുടെ ഒരു ലോകം തന്നെ ആയിരുന്നു. നിറയെ കേക്ക് ഉണ്ടായിരുന്നു. ഏത് വാങ്ങണം എന്ന് ഒരു കൺഫ്യൂഷൻ തന്നെയായിരുന്നു. ലാസ്റ്റ് ഇഷ്ടപ്പെട്ട ഒരെണ്ണം എടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ തലേന്ന് നമ്മൾ അയാനയ്ക്ക് ഒരു ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു. അതാണെങ്കിൽ അവൾക്ക് തീരെ ചേരുന്നില്ലായിരുന്നേ. അപ്പോൾ ഇന്ന് പോയി അതും മാറ്റി വാങ്ങണം. അങ്ങനെ കടയിൽ കയറിയപ്പോൾ തന്നെ ഞാൻ ഫസ്റ്റ് നോക്കിയത് എനിക്ക് പറ്റിയ എന്തെങ്കിലും ഉണ്ടോ എന്നാണ്. ഇനി നമുക്ക് പോയി കൊച്ചിന് വേണ്ടത് മാറ്റിയെടുക്കാൻ ഗൈസ്. അപ്പോൾ ഇന്ന് കൂടുതൽ നമ്മൾ ഫോക്കസ് ചെയ്യാൻ പോകുന്നത് കിഡ്സിന്റെ സെക്ഷനിലെ ആ ഒരു ഡ്രസ്സിന്റെ കളക്ഷൻസ് ഒക്കെ ആയിരിക്കും. പിന്നെ നമുക്ക് പറ്റിയ അല്ലറ ചില്ലറ ഐറ്റംസും ഞാൻ തപ്പുന്നുണ്ടായിരിക്കും. അതും ഞാൻ മാക്സിമം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുക. ഈ കുട്ടികളുടെ സെക്ഷനിൽ ഒടുക്കത്തെ കളക്ഷൻസ് ആണ്. എനിക്ക് എടുക്കാൻ പോയാൽ പോലും ഒരു ഐറ്റവും കാണത്തില്ല. ഈ പിള്ളേർക്ക് ഇഷ്ടം പോലെ കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നു. അതും അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ളതും കുറച്ച് പ്രൈസ് കൂടിയതും എല്ലാ റേഞ്ചിലുള്ള സാധനങ്ങളും ഞാൻ അവിടെ കണ്ടു. അത് നോക്കട്ടെ, അത് നൈസ്, കൊള്ളാം. പോക്കറ്റൊക്കെ ഉണ്ട്, കൊള്ളാം. ഓൾറെഡി ഡ്രസ്സ് എടുത്തിട്ടുണ്ടായിരുന്നു, അപ്പോൾ അത് മാറ്റി വാങ്ങാനാണ് ഇന്ന് വന്നത്. നിറയെ കളക്ഷൻസ് ഉണ്ട് ഇവിടെ. ഇന്നലെ നമ്മൾ ഈ പഞ്ചായത്ത് മൊത്തം തപ്പി നല്ല 2 എടുത്തു കഴിച്ചു. പക്ഷേ ഈ കൊച്ചിൻ്റെ അമ്മയ്ക്ക് അതൊന്നും ഇഷ്ടപ്പെട്ടില്ല. എന്നിട്ട് കൊച്ച് ഇന്നലെ ആ ഡ്രസ്സ് ഇട്ടിട്ട് ചോദിച്ചെന്താണെന്നാ, ഇതെന്ത് പശുവിന് വാങ്ങിയതാണോ എന്ന് വെച്ചാൽ അത് ഒരാൾക്കല്ല 2 പേർക്കും കണ്ട അതിനകത്ത് കയറാം. അതുകൊണ്ട് ഇന്നെന്തായാലും നമ്മളത് മാറ്റി വാങ്ങാം. എന്ത് കളർഫുൾ അല്ലേ! എനിക്കാണെങ്കിൽ ഇതൊക്കെ കാണുമ്പോൾ എടുത്തിട്ടുകൊണ്ട് ഓടാൻ തോന്നുന്നു. പക്ഷെ എനിക്ക് പണ്ട് ഇങ്ങനത്തെ കിട്ട ചൊറിയും ഗൈസ്. അതിപ്പോഴും ഇങ്ങനെ തന്നെ, ഇങ്ങനത്തെ കിട്ട എനിക്ക് ചൊറിയും. പിള്ളേരുടെ കളക്ഷൻസ് തന്നെ കളക്ഷൻസ്. ഞാനൊക്കെ ഡ്രസ്സ് എടുക്കാൻ ചെന്നാൽ ഒരു തേങ്ങയും കിട്ടത്തില്ല. നോക്കട്ടെ, അതും കൊള്ളാം. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഭയങ്കര സിമ്പിളാണ്, കൊള്ളാം. ഒരു 599 ആണെന്ന് തോന്നുന്നു ഇതിൻ്റെ റേറ്റ്. പക്ഷെ കൊള്ളാം കേട്ടോ. 2 പോക്കറ്റൊക്കെ ഉണ്ട്, നൈസ്. നമുക്ക് അപ്പുറത്തെ സൈഡും കൂടെ ഒന്ന് നോക്കാം. പക്ഷെ ഇവിടെ കുറച്ചുകൂടെ ഏജ്ഡ് ആയിട്ടുള്ള പിള്ളേർക്കുള്ളതാണെന്ന് തോന്നുന്നു. പക്ഷെ ഇന്നലെ നല്ല കളക്ഷൻസ് ഉണ്ടായിരുന്നു. ഇന്നലെ എടുത്തത് തന്നെ ആയിരുന്നു. നീ ഒറ്റൊരുത്തി കാരണമാണ് ഇന്നും വരേണ്ടി വന്നത്. ഈ പച്ച ഇഷ്ടപ്പെട്ട് നമുക്ക് കുറച്ചുകൂടെ നോക്കാം. പിന്നെ ഈ ഒരു പച്ച ഒരു ഫ്രോക്ക് പോലത്തെ ഇതിന് 349 രൂപയാണ് കേട്ടോ. ഇത് കൊള്ളാമല്ലേ? പിന്നെ ഇതും നമ്മൾ ഇന്നലെ നോക്കിയിട്ടുണ്ടായിരുന്നു, ഈ ഒരു മോഡലല്ലേ. അല്ല, നമ്മൾ ഈ ഒരു സൈഡിൽ കുറച്ച് കളക്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ വിചാരിച്ച എന്തായാലും ഇങ്ങോട്ടും കൂടെ വന്ന് നോക്കാം. നല്ലത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുക്കാമല്ലോ. ഇതൊക്കെ 449. ഏത്? അത് നോക്കട്ടെ. ഇതിന് എത്രയായിരുന്നു? ഇതൊക്കെ 399 ആണ് റേറ്റ് വരുന്നത്. പക്ഷെ ഇന്നലെ ഇതിൻ്റെ കുറച്ചധികം കളേഴ്സ് ഇവിടെ ഉണ്ടായിരുന്നു. 749. സമയം ഏകദേശം 9:30 ആയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് പോയിട്ട് വേണം കേക്ക് കിട്ടിയാൽ. എന്തെങ്കിലും നടക്കുമോ? ഓക്കെ, ഉള്ളതും കൊണ്ട് നമുക്ക് ഇറങ്ങാൻ ഗൈസ്. ഇനി ബാക്കി വീട്ടിൽ പോയിട്ട് ഇങ്ങനെ പൊക്കി പിടിക്കാൻ പറ്റും. ഇതെന്താ ഇങ്ങനെ? മൂക്കാണ് ഗൈസ്, മൂക്ക്.
അപ്പോൾ ഞങ്ങൾ പോയത് ആറ്റിങ്ങലുള്ള രാമചന്ദ്രനിലാണ്. ഓണം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ചേച്ചി ബില്ല് ചെയ്യാൻ പോയ നേരത്ത് ഞാൻ ഇതുപോലെ കുറച്ച് സാധനങ്ങളൊക്കെ എടുത്ത് വെച്ച് നോക്കുന്നുണ്ടായിരുന്നു കൊള്ളാവോന്ന്. അപ്പോൾ ഈ ഒരു ക്യാപ്പ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് എന്താന്ന് വെച്ചാല് സമ്മർ ഇൻ ബെത്ലഹേമിലെ മഞ്ജു വാര്യര് ഇങ്ങനെ ഒരു ക്യാപ്പൊക്കെ വെച്ച് പോകുന്ന ഒരു സോങ് ഉണ്ടല്ലോ അതാണ്. പിന്നെ അവിടെ ഈ തൊപ്പിയൊക്കെ വെച്ച് ഞാൻ കുറച്ച് നേരം ഫോട്ടോസും വീഡിയോസ് ഒക്കെ എടുത്തേ. എന്റെ ക്യൂട്ട്നെസ് കണ്ടില്ലേ ഗയ്സ്, ക്യൂട്ട്നെസ്. അപ്പോൾ ഇനി ഇതും വെച്ച് ഇവിടെയൊക്കെ നടന്നാല് ആൾക്കാർ വട്ടാന്ന് വിചാരിക്കും. അതുകൊണ്ട് ഞാൻ നേരെ കൊണ്ട് അവിടെ വെച്ചു. ബില്ല് ചെയ്യാൻ വേണ്ടി അത്യാവശ്യം നല്ലൊരു ക്യൂ തന്നെ ഉണ്ടായിരുന്നേ. ഈ സമയം ഫുള്ള് ഞാൻ പോസ്റ്റ് ആയിരുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, അവിടെ ഉള്ള കളക്ഷൻസ് ഒക്കെ വീണ്ടും പോയി അരിച്ചു പറക്കലായിരുന്നു ഗൈസ് എന്റെ പണി. പിന്നെ കുറച്ചധികം ടോയ്സിന്റെ കളക്ഷൻസും ഈ ഒരു ഷോപ്പിൽ ഉണ്ടായിരുന്നേ. അതുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് ഇന്നലെ 2 ഗിഫ്റ്റ് നമ്മൾ ഓൾറെഡി അയാനയ്ക്ക് വാങ്ങിയിട്ട് കാറിൽ ഒളിപ്പിച്ച് വെച്ചേക്കുകയാണ്. അപ്പോൾ ഇന്ന് കേക്ക് കട്ട് ചെയ്തിട്ട് വേണം അതൊക്കെ എടുത്ത് കൊടുക്കാൻ. പിന്നെ വീണ്ടും സമയം പോണില്ലാന്ന് കണ്ടതുകൊണ്ട് ഞാൻ പോയി താഴെ നമ്മൾ ലേഡീസിനുള്ള കളക്ഷൻസ് നോക്കാൻ വേണ്ടി പോയി. കുറച്ചധികം അഫോർഡബിൾ ആയിട്ടുള്ള ടോപ്പുകളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നേ. ഈ ഒരു മോഡലിൽ വരുന്നതിന് 399 ഒക്കെയാണ് റേറ്റ് വരുന്നത്. അതേ പ്രിന്റിന്റെ പല ടൈപ്പ് കളർ ഉള്ളത് ഒരുപാട് ഐറ്റംസ് അവിടെ ഉണ്ടായിരുന്നു. പിന്നെ ഈ മോഡലിനൊക്കെ 700ഉം 600ഉം ആ ഒരു റേഞ്ചിലാണ് വരുന്നത്. എന്റെ അരിച്ചു പറക്കലൊന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ വീണ്ടും അവിടെയൊക്കെ തപ്പുന്നുണ്ടായിരുന്നു. ഈ ഒരു കോട്ടൺ മോഡൽ ടോപ്പിന് 399 ആണ് റേറ്റ് വരുന്നത്. അതിന്റെ ഒരുപാട് കളേഴ്സ് ഉണ്ട്. ഇതൊക്കെ ഡെയിലി വെയേഴ്സിനൊക്കെ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റിയ കോട്ടൺ മോഡൽ ടോപ്പുകളാണ്. ഞാൻ കൂടുതലും നോക്കിയിട്ടിരുന്നത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കളക്ഷൻസ് ആണ്. എന്ന് വെച്ചാൽ പ്രൈസ് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റണം, എന്നാൽ നമുക്ക് ഡെയിലി വേഴ്സിന് യൂസ് ചെയ്യാനും പറ്റണം. അല്ലാണ്ട് ഒരുപാട് ഹെവി ആയിട്ടുള്ളത് ഞാൻ നോക്കാൻ പോയില്ല ഗൈസ്. കാര്യം എന്ന് വെച്ചാൽ ഓൾറെഡി ഷോപ്പ് ക്ലോസിംഗ് ടൈം ആയിരുന്നു. അവരെല്ലാ ഡ്രസ്സും മടക്കിയൊക്കെ വെച്ചേക്കുന്നുണ്ടായിരുന്നേ. ഞാൻ എടുക്കുന്നില്ല. പിന്നെ അതുകൊണ്ട് തന്നെ അതെല്ലാം എടുത്ത് ഓപ്പൺ ചെയ്ത് നോക്കി അവരെ ബുദ്ധിമുട്ടിക്കണ്ടെന്ന് കരുതി. അപ്പോഴാണ് ഈ ഒരു സ്കേർട്ട് കണ്ടത്. ഇതിന് 249 ആണ് പ്രൈസ് റേഞ്ച് വരുന്നത്. ഈ ഒരു പ്രൈസിന് അത്യാവശ്യം നല്ലതാന്ന് തോന്നി കേട്ടോ. നല്ലൊരു ടോപ്പൊക്കെ ആയിട്ട് പെയർ ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ഈ ഒരു മോഡലിൽ വരുന്ന ഒരുപാട് ടോപ്പിന്റെ കളക്ഷൻസ് അവിടെ ഉണ്ടായിരുന്നേ. എല്ലാത്തിനും 399 അല്ലെങ്കിൽ 398 ഈ ഒരു പ്രൈസ് റേഞ്ച് തന്നെയാണ് വരുന്നത്. അതിൽ ഈ ഒരെണ്ണം എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടായിരുന്നേ. അപ്പോൾ കുറച്ചധികം കളക്ഷൻസ് ഇപ്പൊ കിടപ്പുണ്ട്. കാര്യം ഇപ്പോൾ ഓണത്തിന്റെ സീസണും കൂടിയിട്ട് ആയതുകൊണ്ടായിരിക്കും. പിന്നെ തിരക്കെന്ന് പറഞ്ഞാൽ ഒടുക്കത്തെ തിരക്കാണ്. സാധനങ്ങൾ വാങ്ങിയിട്ട് നിങ്ങൾ ബില്ല് ചെയ്യാൻ തന്നെ ഒരു അരമണിക്കൂർ കളയേണ്ടി വരും ഗൈസ്. അങ്ങനെ ബില്ലൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇനി നേരെ വീട്ടിലോട്ട് പോകണം. വീട്ടിൽ പോയിട്ട് വേണം നമുക്ക് കേക്ക് കട്ട് ചെയ്യാൻ. അണ്ണാടി തുറന്നു പോയി, കൊച്ചു തുറക്കൊച്ചേ. ഇപ്പോഴാണ് ഒന്ന് ശ്വാസം വിട്ടത്. അങ്ങനെ നമ്മളിതാ ഇപ്പോൾ വീട്ടിൽ വന്ന് കയറിയതേ ഉള്ളൂ. രാത്രിയെ 10 മണിയാവാറായി. കൊച്ചുറങ്ങിയാ ഇല്ലേന്നൊന്നും അറിഞ്ഞൂടാ. പിന്നെ ഇന്നലെ നമ്മൾ അവർക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇന്നലെ വാങ്ങിയ ഗിഫ്റ്റ് നമ്മൾ കാറിനകത്താണ് ഒളിപ്പിച്ച് വെച്ചേക്കുന്നത്. അപ്പോൾ അതൊക്കെ എടുത്തിട്ട് നമുക്ക് പോയി ഒന്ന് കേക്ക് കട്ട് ചെയ്തിട്ട് വരാം. ആദ്യം പോയി കൊച്ചുറങ്ങിയാ ഇല്ലേന്ന് നോക്കട്ടെ. ഹായ് ബർത്ത്ഡേ ഗേൾ, ഹാപ്പി ബർത്ത്ഡേ, ഹാപ്പി ബർത്ത്ഡേ. ഇന്ന് കൂട്ടുകാർക്കൊക്കെ മുട്ടായി കൊടുത്താ? എല്ലാരും വിഷ് ചെയ്താ? എന്തേലും പറഞ്ഞു എല്ലാരും? അങ്ങനെ പറഞ്ഞ ഹാപ്പി ബർത്ത്ഡേ ടു യു എന്ന് പറഞ്ഞ? അയ്യോ എന്റെ കൊച്ച്. പിന്നെ നമ്മൾ എല്ലാവരോടും ചേർന്ന് വളരെ ഹാപ്പി ആയിട്ട് കേക്കൊക്കെ കട്ട് ചെയ്ത് കഴിച്ച് അങ്ങനെ ഈ പിറന്നാൾ ദിനവും അങ്ങ് വേഗം പോയതുപോലെ. സമയമൊക്കെ എത്ര പെട്ടെന്നല്ലേ പോകുന്നേ. നമ്മുടെ അയാന കൊച്ചിന് 5 വയസ്സുമായി ഗൈസ്. ഇന്നലെ വരെ നമ്മൾ കയ്യിലെടുത്തോണ്ട് നടന്ന ആ കൈക്കുഞ്ഞാണ് ദേ 5 വയസ്സായി. ഇത് ഇന്നലെ ഞങ്ങൾ വാങ്ങിയതാണ്. ഇത് ഇന്നലെ കാണിച്ചെങ്കിൽ ഇത് അപ്പം തന്നെ പൊട്ടിക്കണം. അതുകൊണ്ട് നമ്മൾ നൈസിന് ഇതങ്ങ് കാറിനകത്ത് ഒളിപ്പിച്ച് വെച്ചിട്ട് ഇന്ന് പൊട്ടിക്കാം. ഇതരൂ, പിടിക്കൂ. ഓക്കെ, അപ്പൊ ഞാനും അയാനയും ഇത് അൺബോക്സ് ചെയ്യാൻ പോകുന്നു ഗൈസ്. അത് മരുന്ന് തുറന്നു നോക്ക്. അങ്ങനെ അൺബോക്സ് ചെയ്ത് തളർന്ന അയാനയ്ക്ക് ലാസ്റ്റ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി വേറെ 2 പേരൂടെ വരേണ്ടി വന്നു. അവളുടെ അമ്മയും അമ്മാമ്മയും കൂടെ വന്നിട്ടാണ് ലാസ്റ്റ് എല്ലാം ഒന്ന് പൊട്ടിച്ചെടുത്തത്. പുള്ളിക്കാരിയാണെങ്കിൽ ഭയങ്കര ഹാപ്പി ആയിരുന്നു. കാര്യം അവൾ മുന്നേ മനസ്സിൽ വിചാരിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മൾ വാങ്ങിയത് ഗൈസ്. അപ്പൊ പോയിട്ട് അടുത്ത വീഡിയോ കാണാം. ബൈ ബൈ. അടുത്ത ബർത്ത്ഡേക്കൊന്നുമല്ല, നമ്മൾ അടുത്ത വ്ലോഗുമായിട്ട് വരുമെന്ന് പറ. നമ്മൾ ഉടനെ അടുത്ത വ്ലോഗുമായി വരുന്നതാണ് ഗൈസ്. കടലിൽ പോയി അടുത്ത വ്ലോഗുമായിട്ട് വരും. അപ്പോ ബൈ ബൈ.
ഇനിയും ഇതുപോലത്തെ വ്ലോഗും വീഡിയോസ് ഒക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ സപ്പോർട്ട് ചെയ്യാൻ ആരും മറക്കല്ലേ. അപ്പോൾ ബൈ ഫ്രം ട്രൂലി.